എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ലോകത്തിൽ മറ്റാരെക്കാട്ടിലും തലമുറകളുടെ മേൽ അധികാരം, ആത്മീയ അധികാരം ദൈവം കൊടുത്തിട്ടുള്ളത് സ്വന്തം മാതാപിതാക്കൾക്കാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ തലമുറകളെ ക്രിസ്തുയേശുവിൽ നേർവഴിക്ക് നടത്തുക എന്നുള്ളത്. ഇതൊരു വല്ലാത്ത കാലഘട്ടമാണ്. പല കുഞ്ഞുങ്ങൾക്കും സഭയിലേക്ക് കടന്നു പോകുന്നത്, ആരാധനയ്ക്ക് ചർച്ചിലേക്ക് കടന്നു പോകുന്നത് എന്തിനെന്ന് പോലും അറിയത്തില്ല. ആരാധനയുടെ പ്രാധാന്യം അറിയത്തില്ല, പ്രാർത്ഥനയുടെ പ്രാധാന്യം അറിയത്തില്ല, ഉപവാസത്തിൻ്റെ പ്രാധാന്യം അറിയത്തില്ല. ക്രിസ്തു അതേ പാപത്തിൻ്റെ അധീനതയിൽ കിടന്ന് നമ്മളെ വിടുവിച്ചെന്ന സത്യം പോലും അറിയാത്ത ഒരു വല്ലാത്ത തലമുറയുടെ മധ്യയാണ് നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഒരുപക്ഷെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് രണ്ടുപേരും ജോലി ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ നമ്മുടെ തലമുറകളുടെ ഉത്തരവാദിത്വം മറ്റാർക്കും കൊടുക്കരുത്. നമ്മളെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അതെ, വേറെ ആരുടെയും കരത്തിലല്ല ഉപദേശം ഏൽപ്പിച്ചിരിക്കുന്നത്. അവരെ ക്രിസ്തുയേശുവിൽ വാർത്തെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കളായിട്ടിരിക്കുന്ന നമ്മൾക്കാണ്. ഇസ്രായേൽ ജനത്തോട് ദൈവം അറിയിക്കുകയാണ്. ആവർത്തന പുസ്തകം 6:21 ഇങ്ങനെ വായിക്കുന്നു: നീ നിന്റെ മകനോട് പറയേണ്ടത് എന്തെന്നാൽ, ഞങ്ങൾ മിസ്രയീമിൽ ഫറവോന് അടിമകളായിരുന്നു, എന്നാൽ യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. സത്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. വചനധ്യാനത്തിൻ്റെ പ്രാധാന്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. പാപത്തിൻ്റെ അധീനതയിലായിരുന്ന ജനമായിരുന്നു നമ്മൾ എന്നുള്ള സത്യം മനസ്സിലാക്കി കൊടുക്കണം. യേശു ക്രിസ്തു രക്തം തന്നാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നെന്നുള്ള സത്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇച്ചിരി പാടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളല്ലാതെ വേറെ ആരുമല്ല നമ്മുടെ തലമുറകൾക്ക് വേണ്ടി വില കൊടുക്കേണ്ടത്. കണ്ണുനീരോടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഇതൊരു വല്ലാത്ത കാലഘട്ടമാണ്. കെണിയിൽ വീഴ്ത്തുവാൻ പിശാച് പല തന്ത്രങ്ങളും ഒരുക്കിയിരിക്കും. ആമേൻ. ആ തലമുറകൾ ആ കെണിയിൽ വീഴാതിരിക്കണമെങ്കിൽ മാതാപിതാക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അവരെ ഉപദേശിച്ച് നടത്തണം. സദൃശവാക്യങ്ങൾ 22:6 ഇങ്ങനെ വായിക്കുന്നു: ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നമ്മുടെ ഉത്തരവാദിത്വം ചെയ്തോണം. അതേ, കുടുംബ പ്രാർത്ഥന മുടക്കരുത്. അവരെ നിങ്ങളുടെ കൂടെ പിടിച്ചിരുത്തണം. കുടുംബ പ്രാർത്ഥനയ്ക്ക് അവരോട് പ്രാർത്ഥിക്കുവാൻ പറയണം. അതെ, വചനം ധ്യാനിച്ചിട്ട് അവരെ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അവർക്ക് സമയം കൊടുക്കണം. അതെ, സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് ശക്തമേറിയ ഒരു യങ് ജനറേഷനെ ഈ കാലഘട്ടത്തിലും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി വാർത്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾക്കും ഉത്തരവാദിത്വമുണ്ട്. മാതാപിതാക്കളെ, ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരും മാറിപ്പോകുവാൻ ഇടവരുത്. പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ട്. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൻ്റെ ശക്തന്മാരായ പ്രവാചകന്മാരായി, അതേ, ആ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ട്. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് തന്നിട്ടുള്ള ആത്മീയ അധികാരത്തിൽ നിന്ന് ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൽ അവർ ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കട്ടെ, കൃപാവരങ്ങളെ ജ്വലിപ്പിക്കട്ടെ. അവർ വിഷൻസ് കാണട്ടെ, അവർ അന്യഭാഷയാൽ നിറയട്ടെ, അവരതിനെ വ്യാഖ്യാനിക്കട്ടെ. അവർ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകന്മാരും പ്രവാചകിമാരുമായി മാറട്ടെ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു ശക്തമേറിയ അഭിഷേകത്തെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ സ്വർഗം റിലീസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു തൊടാതെ വണ്ണം സ്വർഗം അവരെ സൂക്ഷിക്കണമേ. പ്രാർത്ഥനയും വചനധ്യാനം അവരുടെ സ്വഭാവമായിരിക്കട്ടെ. കർത്താവിൻ്റെ രക്തത്താൽ അവരെ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ഉപയോഗിക്കണം, പ്രയോജനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയുടെ നന്ദി. സകലമാനവും മൊത്തം കർത്താവിനെ ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനത്താൽ ഇവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.